അവൻ ഉറങ്ങിയോടി? അവൻ കിടന്നിച്ചായ. എന്നാ ചായ? റോയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എന്നാത്തിന്? അതവൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയതല്ലേ. ഓ പിന്നെ, എനിക്കറിയാത്ത പോലെ. കാര്യം എന്നാന്ന് പറയുന്നേ? മടുത്തടി. ഓരോ നാലുകൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഇതിപ്പോ എന്നാ ഇങ്ങനെ തോന്നാൻ? ഒന്നുമില്ല. നീ ഏതെങ്കിലും ന്യൂസ് ചാനലൊന്നും വെച്ചാ? വാ. എടി, ഞാനിവിടെ നിന്ന് പോയാലെന്ന് ആലോചിക്കുക. ഇന്നലത്തെ അടിയുടെ കാര്യം ഓർത്തിട്ടാണോ? നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അതെൻ്റെ ചേട്ടായില്ലേ, ഞാനതങ്ങ് ക്ഷമിച്ചു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അല്ല, നീ എന്നാ ഹോസ്റ്റലിൽ പോന്നേ? എന്ന് പോണം. ഞാൻ കൊണ്ടാക്കട്ടെ? നീ കൊണ്ടുവിടുവോ? വാ. ശരിയല്ലേ? റോയ്ച്ചനെന്നെ ഇവിടെ? ഏയ്, ഞാൻ ചുമ്മാ വന്നാ. നിന്റെ കല്യാണക്കാരൊക്കെ എന്നാടി? അതൊക്കെ ഇവിടെ ചോദിച്ചാൽ മതി. അയ്യോ, ഞാൻ ലേറ്റ് ആയല്ലോ. ഹോസ്റ്റലിൽ കയറാൻ സമയമായി. ഞാൻ പോട്ടെ. എന്നാ ശരി. സോണി, സൂക്ഷിച്ചു പോണേ. ആ, പറയടാ. എന്നാ വെച്ചേ മുഖത്തൊരു പാട്ടം? ഓ, പറയുന്നേ ഒന്നുമില്ലടാ. ഒരാവേശത്തിന് ഞാൻ കയറിയതങ്ങ് ഉറപ്പിച്ചു. പിന്നെ നോക്കിയപ്പോൾ മറിക്കാൻ കൈ 10 പൈസയില്ലടാ. എന്ന് കരുതി കല്യാണം മാറ്റി വെക്കാൻ പറ്റുമോ? എടാ, നീ എനിക്ക് എവിടുന്നേലും കുറച്ച് പൈസ മറിച്ച് തരാമോ? പൈസ എന്ന് പറയുമ്പോൾ കൊച്ചായി എത്ര ഉദ്ദേശിക്കുന്നേ? ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ മതി. കൊച്ചായി 5 ലക്ഷം രൂപയോ? അപ്പനോട് ചോദിച്ചാൽ പൈസ വല്ലതും മറിക്കാൻ പറ്റുമോടാ? ഞാൻ ചോദിച്ചാൽ നിനക്കറിയാലോ. അപ്പനോട് ഇപ്പം ചോദിച്ചാൽ എന്നാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ കൊച്ചായി. നമ്മുടെ സോണിമോളുടെ അവസ്ഥയുണ്ടല്ലേ, ഞാൻ ശരിയാക്കാം. ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഞാൻ വരവെക്കാം. പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത മാസം ഓഡിറ്റിങ്ങാ. എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൈക്കലാക്കാൻ നോക്ക്. അല്ല സാറേ, സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് 3 മാസത്തിനകം ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ്. ഉടായ്പാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇത് വാല്യുവേറ്റ് ചെയ്ത് ഒപ്പിട്ട് തന്നത്. എന്നെ പെടുത്തരുത്. തനിക്കപ്പം ഞങ്ങളെ വിശ്വാസമില്ലേ? നമ്മളൊക്കെ നാളെയും കാണേണ്ടവരാട്ടോ. നമുക്കൊരു മാസം ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. ശരിയാവണം, ഇല്ലേ പ്രശ്ന. ശരിയാകും സാറേ. എടാ റോയിയേ, റോയി റോയി റോയി. ആ, എന്നാടാ രാവിലെ തന്നെ? രാവിലെയോ? മണി 12 ആണോ? ഞാനങ്ങ് ഉറങ്ങിപ്പോടാ. വാ. എടാ, ഞാൻ കട്ടടാ മീരി. ആ,
എവിടെ ഇന്നലെ നീ എവിടെയാണടാ? വിളിച്ചിട്ട് കിട്ടിയില്ലോ. ഓ ഞാനിന്ന് എറണാകുളം വരെ പോയാടാ. എന്താടാ, എന്തായാലും പ്രശ്നമുണ്ടോ? പോടാ. എടാ എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? നിനക്കതിനകത്ത് ഇത്ര കാശ്? എനിക്കല്ലടാ, കൊച്ചേക്കൊരു ആവശ്യത്തിനാണ്. നമ്മുടെ സോണിമുള്ളടാ, അവളെ കല്യാണം ഉറപ്പിച്ചു. ഒരുപാട് കാലമായി നടക്കാതെ ഇപ്പം ഒന്ന് ശരിയായി വന്നതാ. കൊച്ചയുടെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. പുള്ളി എങ്ങനെ സഹായിക്കണടാ? നീ നിന്റെ അപ്പനോട് ചോദിക്കടാ. ആ ബെസ്റ്റ്, അങ്ങോട്ട് ചെന്നാൽ മതി, പുള്ളി എന്നെ ആട്ടും. അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാലോ? ചോദിച്ചു നോക്ക്. ഹലോ, താക്കോലോ? ഇത് താക്കോല്. താനൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പം പാലാരിവട്ടം പാലത്തിന് അടിയോ നിൽക്കും. ഞാൻ താക്കോലായിട്ട് വരാം. വെയിൽ കൊള്ളാൻ നിൽക്കണം കേട്ടോ. ഏത് താക്കോല്? എറണാകുളത്ത് നമ്മളൊരു ചെരിഞ്ഞ ഗോപുരം പണിത് വെച്ചിട്ടില്ലേ, എൻ്റെ താക്കോല് ചോദിച്ച് വിളിച്ചത്. ഏത് നേരത്താണ് ഈ പരിപാടി തുടങ്ങാത്തത്? സമാധാനവും പോയി, കാശും പോയി. എന്റെ പൊന്നു ജനി, ആ ഓളി ഇച്ചിരി കുറയ്ക്കുവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാങ്കുകാര് ഈ വീട്ടിൽ കയറി നിരങ്ങാൻ പറ്റത്തില്ല. ആനി നീ ഒന്ന് അടങ്ങ്. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. അപ്പന്റെ കാലങ്ങ് പിടിക്കാം. എന്റെ ആനി ഏക്കും. ഓ, അല്ല, അവസരപ്പെട്ടൊന്നും പറഞ്ഞില്ല. നീ എന്നാണ് ഈ ഏലത്തിന്റെ ചോട്ടി കലക്കി ഒഴിക്കുന്നത്? എന്റെ അച്ചോ, എന്തിനാ ഈ ഓഡിറ്റോറിയത്തിൽ AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ? അല്ല, അതൊരു കുറച്ചിലല്ലേ. ആർക്ക്? അച്ഛനാ? എന്നാ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തൊരു AC വാങ്ങിച്ചു വെക്ക്. അതെന്ത് വർത്തമാനം അവസരപ്പെട്ട? പിന്നെ പള്ളിക്ക് വേണ്ടിയല്ലേ? ഓ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1000 രൂപ അങ്ങോട്ട് തരാം. രസീത് തരണം കേട്ടോ. 1000 രൂപയോ? 1000 രൂപ ആണെങ്കിൽ അവസരപ്പെട്ടും തരണ്ട, അത് കയ്യിലൊന്ന് വെച്ചോ. ഓ സന്തോഷം. അച്ചു, ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. ഓ എപ്പോഴും സ്വീകരിക്കട്ടെ. എനിക്കൊന്നൊരു കുറവില്ല. സെൽവ, ഈ അച്ഛൻ ചെന്നാട്ടിടാ, നല്ല അടുപ്പിലാണല്ലോ. അതെ, ഔസേപ്പേട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടാ വിട്ടെ. അതാ എടാ, ഒന്ന് വേഗമാട്ടെ. ഇത് അപ്പടി ചൊറിയാണല്ലോ അറിയിപ്പിച്ചേട്ടാ. കുറച്ച് നീ അതവിടെ ഇട്ടേച്ചേ, ഒന്ന കാര്യം പറ. അതപ്പാ കാര്യം പറയടാ. അപ്പാ എനിക്ക് കുറച്ച് കാശ് വേണം. കുറച്ചെന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം. ഓ, 5 ലക്ഷം. എടാ സെൽവ, നീയേ ആ മരത്തിലോട്ട് കയറിയിട്ടേ ഒരു 5 ലക്ഷം രൂപ എനിക്ക് പറിച്ച് 500 നോക്കി പറിക്കണം കേട്ടോ. അപ്പൊ ചുമ്മാ തമാശ പറയല്ലേ? അപ്പൊ ഇനി പൈസ തരാൻ പറ്റൂല. എടാ, നീ ചോദിക്കുമ്പോ പൈസ തരാനേ എന്റെ ഈ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല. അപ്പാ എനിക്ക് അത്ര അത്യാവശ്യം വേണ്ട. അപ്പാ എന്റെ കാശിലല്ലേ, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കാശ് തന്നേക്കും. വീട്ടോ? എന്റെ വീതം. എടാ, നാട്ടുകാരുടെ കാര്യം നോക്കി ഇങ്ങനെ തേരാപ്പാറ് നടക്കാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കടാ. എടാ, കുടുംബത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? അപ്പൊ തരത്തില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തും. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പാ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ നാട്ടുകാരുടെ കഴുത്തിറക്കുന്ന അപ്പൊ ഞാൻ ബ്ലേഡിന് വരടി കാണത്തില്ലേ? നിർത്തടാ ഒന്ന്. ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അനാഥാലയത്തെ എഴുതി കൊടുക്കും. നിനക്കൊരു ചില്ലി കാശ് ഞാൻ തരിക. വേണ്ടപ്പാ, അപ്പം തരണ്ട. എന്നാ ഇണെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ പോയേക്കോ. ആ